എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്രാബിയിലാണ്. ക്രാബി വന്നിട്ട് തായ്ലൻഡിൻ്റെ പടിഞ്ഞാറൻ പാട്ടിലുള്ള ഒരു ഐലൻഡാണ്. ഇവിടെ വലുതായിട്ട് ഇന്ത്യൻ ടൂറിസ്റ്റുകളൊന്നും വരാത്തൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ എത്താം. ഞാനിപ്പോൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോൾ കല്ലമ്പലം ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ KSRTCയിൽ ബസ്സിൽ കയറി കഴക്കൂട്ടത്തേക്ക് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കഴക്കൂട്ടം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ യൂബർ വിളിച്ച് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. ലോഞ്ചിൽ 2 രൂപ കൊടുത്ത് ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മൾ എയർ ഏഷ്യ ഫ്ലൈറ്റിലോട്ട് കയറുവാണ്. എയർ ഏഷ്യ മലേഷ്യക്കാണ് ഡയറക്റ്റ് പോകുന്നത്. അവിടെ നിന്നാണ് ക്രാബിക്കുള്ള ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. ഇതുവരെ ഫ്ലൈറ്റ് എടുത്തിട്ടില്ല. ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആണ്. സെൻസറിന് എന്തോ കംപ്ലൈൻ്റ് ആണെന്നാണ് പറഞ്ഞത്. കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. അപ്പോൾ എന്തായാലും അവർ സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ പരിഹരിച്ചിട്ട് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മളിനി നേരെ കൊലാലംപൂർ ചെന്നിട്ട് കാണാം. ഇപ്പോൾ വന്നിട്ട് മലേഷ്യൻ ടൈം രാവിലെ 9:50. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നുള്ള എയർ ഏഷ്യയിൽ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് 1:30 ക്രാബിയിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഉള്ളത്. അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ട്രാൻസ്ഫർ കൗണ്ടറിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അത് നേരെ നമ്മൾ ട്രാൻസ്ഫർ കൗണ്ടറിൽ കൂടെ ഒറ്റ ബോർഡിംഗ് പാസ് ആയതുകൊണ്ട് വെളിയിൽ വന്നിട്ടുണ്ട്. വിസ ഒന്നും സ്റ്റാമ്പ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് 12:25 ഇവിടുന്ന് ക്രാബിക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അത് ഏത് ഗേറ്റാണെന്ന് നോക്കിയിട്ട് ഗേറ്റിൽ പോയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യും. അവിടുത്തെ ആ ഒരു ഡിസ്പ്ലേയിൽ നോക്കി നമുക്ക് ഗേറ്റ് അറിയാൻ പറ്റും. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഒരുപാട് നേരം ട്രാൻസിറ്റ് ടൈം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാപ്സൂൾ ഹോട്ടലിൽ നമുക്ക് താമസിക്കാൻ പറ്റും. ഇത് ഇത്രയേ ഉള്ളൂ, ഒരു ക്യാപ്സൂൾ പോലത്തെ റൂമാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം അപ്പുറത്താണുള്ളത്. നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിലും ബുക്ക് ചെയ്തിട്ട് വരാൻ പറ്റും. ക്യാപ്സൂൾ ഹോട്ടലിൻ്റെ റേറ്റൊക്കെ അന്യായ റേറ്റാണ്. 3 മണിക്കൂറിന് 178 മലേഷ്യൻ റിംഗിറ്റാണ്. ഏകദേശം ഒരു 2500 രൂപയുടെ അടുത്ത് വരും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇവിടെ ഒരു കൺവീനിയൻസ് സ്റ്റോറിന്, എയർപോർട്ടിനകത്ത് കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് ഒരു മിനി പിസയും അതേപോലെ ഒരു മോമോസും പിന്നെ ഒരു ലാറ്റയും വാങ്ങിയിട്ടുണ്ട്. ടോട്ടൽ 17 RM ആയിട്ടുണ്ട്. കഴിച്ചു നോക്കാം. കുഴപ്പമില്ല കേട്ടോ. ഇതിന് മാത്രം 5 RM എന്തുകൊണ്ട് റേറ്റ് വരുന്നത്. ഇതിനകത്ത് ചിക്കനാണ് വെച്ചിട്ടുള്ളത്. കുഴപ്പമില്ല. ഇതാണ് കേട്ടോ നല്ല അടിപൊളി സാധനം. ഇതിനെ ഇഷ്ടപ്പെട്ടു. 5 RM ഇതിൻ്റെ റേറ്റ്. ഇതോളം അപ്പോൾ ഞാൻ ക്രാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്രയ്ക്ക് വലിയൊരു എയർപോർട്ടൊന്നുമില്ല, ഒരു ചെറിയ എയർപോർട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെയും വിസ ഓൺ അറൈവൽ കിട്ടും. ഇപ്പോൾ തായ്ലൻഡിൽ വിസ ഓൺ അറൈവൽ ഇന്ത്യൻസിന് ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം വിസ ഓൺ അറൈവലിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. ഇവിടെ വിസ ഓൺ അറൈവലിൻ്റെ കൗണ്ടർ കണ്ടുപിടിച്ചോട്ടോ. പിന്നെ നമുക്ക് നേരെ അവിടെ പോയിട്ട് നോക്കാം. അവിടെ നല്ല ക്യൂ ആണ്. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ക്യൂവിൽ നിൽക്കാം. എമിഗ്രേഷനിൽ പ്രോസസ്സൊക്കെ വളരെ സിമ്പിളായിരുന്നു കേട്ടോ. ഹോട്ടൽ ബുക്കിംഗ് ഒന്നും ചോദിച്ചില്ല. വെറുതെ ഇന്ത്യൻ പാസ്പോർട്ട് മാത്രം ഉണ്ടായിരുന്നാൽ മതി, അപ്പോഴേ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ വന്നിട്ടേ ക്രാബി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ഏവോനാങ്ങിലേക്ക് പോകാനായിട്ട് ബസ്സാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. അപ്പോൾ ബസ് ഞാൻ 150 ബാത്തിന്, അതായത് ഏവോനാങ് എന്നുള്ള സ്ഥലമാണ് നമ്മുടെ ബീച്ച് ഏരിയ വരുന്ന ക്രാബിയിൽ ഏറ്റവും മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആണ്. അപ്പോൾ അവിടെയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വരെ പോകാനായിട്ട് നമുക്കിത് ആ കാണുന്നത് പോലുള്ള മിനി വാനുകളും മിനി ബസ്സുകളൊക്കെ ഉണ്ട്, അല്ലാത്ത വലിയ ബസ്സുകളുണ്ട്. അപ്പോൾ ഞാൻ 150 ബാത്തിന് നമ്മുടെ സാധാ ഒരു ഇതേപോലത്തെ മിനി വാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരവിടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരടുത്തോട്ട് പോയാൽ നമ്മൾ നേരെ ഹോട്ടൽ വരെ ഡ്രോപ്പ് ചെയ്ത് തരും കേട്ടോ. നമ്മൾ പോകുന്ന സാധനം ക്രാബി എയർപോർട്ട് ടു നമ്മൾ ഏതാണോ ഹോട്ടൽ അവിടെ നമ്മൾ കൊണ്ടാക്കും. അപ്പോൾ നമുക്ക് ലഗേജ് ഇവിടെ വയ്ക്കാം. അങ്ങനെ 2 മണിക്കൂർ എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്ത് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ ബെൻസ് ഹൗസ് എന്ന് പറഞ്ഞ ഈ ഒരു റെസ്റ്റോറൻറ്റ്, ഈ ഒരു ഹോട്ടലിലാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ചെക്ക് ഇൻ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ബീച്ച് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, നിയർ ബൈ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൊക്കേഷന് ബുക്ക് ചെയ്തത്.
ഹോട്ടലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എൻ്റെ റൂം ആ മുകളിലത്തെ തന്നെ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പേ ഉള്ളൂ, ലിഫ്റ്റ് ഇല്ല, കയറി പോകണം. പിന്നെ 2 അകത്ത് ചെരുപ്പിടാൻ സമ്മതിക്കില്ല. അപ്പോൾ ചെരുപ്പ് നമ്മൾ കൈ പിടിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇവിടെ താഴെ ഷൂറാക്കൊണ്ട് അതിൽ വെച്ചിട്ട് പോകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുന്നത് ഞാൻ കഴിച്ചില്ല. രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം എൻ്റെ ഫ്ലൈറ്റിലായിരുന്നുകൊണ്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള സംഭവങ്ങൾ നോക്കാം. ബീച്ച് ഇവിടെ തൊട്ട് അടുത്താണ്, കുറച്ച് നടന്ന് പോയാൽ മതി. നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ളൊരു കഫേയിൽ തന്നെ ഞാൻ കയറി കേട്ടോ. ഇവിടെ ഒരു ഇന്ത്യൻ ഫുഡിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറത്തുണ്ട്. നമ്മൾ ഇന്ത്യൻ ഫുഡ് വേണ്ട. അപ്പോൾ ഞാനിവിടെ 2 ഐറ്റം ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വന്നിട്ട് നോക്കാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഐറ്റം. ബീഫാണിത്. ബീഫ് വിത്ത് ഫ്രൈഡ് റൈസാണ്. പിന്നെ ഇതൊരു ചില്ലിയുടെ സാധനമാണ്, നമുക്ക് എരിവിന് വേണ്ടി ചേർക്കുന്നത്. പിന്നെ ഇത് ബാക്കിയല്ല. പിന്നെ നമ്മുടെ തായ്ലൻഡിൻ്റെ ചാങ്ക് ബീറും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ക്രാബിയിലേക്ക് എങ്ങനെ വരാമെന്നുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രാബിയിലെ നല്ല അടിപൊളി കാഴ്ചകളായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.